ബുള്ളറ്റ്സ് അവർ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിൽ എല്ലായിടത്തും രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വിജയം ജനാധിപത്യത്തിന്റെ വിജയമെന്ന് അഹമ്മദ് പട്ടേൽ. കോടതിയിൽ ചോദ്യം ചെയ്യാനൊരുങ്ങി ബി.ജെ.പി. പെൺകുട്ടിയെ ശല്യപ്പെടുത്തിയ കേസിൽ ബി.ജെ.പി. ഹരിയാന അധ്യക്ഷന്റെ മകൻ അറസ്റ്റിൽ. പാർലമെന്റിലെ ക്വിറ്റ് ഇന്ത്യ സമര അനുസ്മരണത്തിൽ സംഘപരിവാറിനെ പരോക്ഷമായി വിമർശിച്ച സോണിയാഗാന്ധി. മെഡിക്കൽ കോഡ് റിപ്പോർട്ട് ചോർന്നതിൽ വി രാജേഷിനെതിരെ ബി.ജെ.പി. നടപടി. രാജേഷിനെ സംഘടനാ ചുമതലകളിൽ നിന്ന് നീക്കി. നടപടിയെടുത്തിരിക്കുന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം. സ്വാശ്രയ കോളേജുകളുമായി സർക്കാർ കരാറുണ്ടാക്കുന്നത് ഹൈക്കോടതി തടഞ്ഞു. 5 ലക്ഷം രൂപ ഫീസുമായി മുന്നോട്ട് പോകാം. ഓരോ കോളേജിന്റെയും ഫീസ് ഘടന നാളെ തന്നെ പ്രസിദ്ധീകരിക്കണം. പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ മാനസിക പീഡനമാണ് ഉഴവൂർ വിജയനെ മരണത്തിലെത്തിച്ചതെന്ന ആരോപണം ശരിവെക്കുന്ന ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നത് NCP സംസ്ഥാന സെക്രട്ടറി സുൽഫിക്കർ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ. ഉഴവൂരിനെ ഇല്ലാതാക്കാൻ എത്ര കോടി വേണമെങ്കിലും മുടക്കുമെന്ന് നേതാവിന്റെ വെല്ലുവിളി. ദിലീപിന്റെ ചാലക്കുടിയിലെ ഡി സിനിമാസ് അടച്ചുപൂട്ടിയ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കി. തിയേറ്ററിന് പ്രവർത്തനാനുമതി ഉണ്ടെന്ന് ഹൈക്കോടതി. നഗരസഭയുടെ നടപടി നിയമവിരുദ്ധം. അഹമ്മദ് പട്ടേലിന്റെ വിജയം തിരിച്ചുവരവിനുള്ള ഊർജ്ജമാക്കി കോൺഗ്രസ്. ഇനി ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പാണെന്ന് അഹമ്മദ് പട്ടേൽ വ്യക്തമാക്കി. പട്ടേലിന്റെ വിജയം ബി.ജെ.പിയുടെ രാഷ്ട്രീയ ചാണക്യൻ അമിത് ഷായ്ക്ക് ലഭിച്ച വ്യക്തിപരമായ തിരിച്ചടി കൂടിയാണ്. പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ 3-ാം വാർഷിക ദിനത്തിൽ ലഭിച്ച ഈ തിരിച്ചടി എത്ര വർഷം കഴിഞ്ഞാലും അമിത് ഷാ മറക്കാനിടയില്ല. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ചത് 44 സീറ്റുകൾ. ഇന്നലെ അഹമ്മദ് പട്ടേൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കരസ്ഥമാക്കിയതും 44 വോട്ട്. 2014 ശേഷം കോൺഗ്രസിന് തിരിച്ചടികളുടെ ഘോഷയാത്രയായിരുന്നു. ഏറ്റവും ഒടുവിൽ സഖ്യകക്ഷികൾ പോലും പാർട്ടിയെ കൈവിടുന്ന അവസ്ഥ. പാർട്ടി അസ്തിത്വം പ്രതിസന്ധി നേരിടുകയാണെന്ന് പാർട്ടിയുടെ തന്നെ മുതിർന്ന നേതാക്കൾ പരസ്യമായി പറയുന്ന നിലയിൽ കാര്യങ്ങൾ എത്തിയിരുന്നു. കോൺഗ്രസ് മുക്ത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് ബി.ജെ.പി. അടുക്കുന്നുവെന്ന ആശങ്ക കോൺഗ്രസ് നേതാക്കൾ പോലും പങ്കുവയ്ക്കുന്നതിനിടയിലാണ് ബി.ജെ.പിക്ക് ഏറ്റവും വലിയ തിരിച്ചടി അഹമ്മദ് പട്ടേലിന്റെ വിജയത്തിലൂടെ നൽകാൻ പാർട്ടിക്ക് കഴിഞ്ഞത്. 4 പതിറ്റാണ്ട് നീണ്ടുനിന്ന രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ അഹമ്മദ് പട്ടേൽ കരസ്ഥമാക്കിയ വിജയം അദ്ദേഹത്തിന്റെ മാത്രമല്ല സോണിയാഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും അഭിമാനമാണ് കാത്തത്. അഹമ്മദ് പട്ടേലിന്റെ പരാജയം ഉറപ്പാക്കാൻ ആവനാഴിയിലെ അവസാന അസ്ത്രവും അമിത്ഷാ പ്രയോഗിച്ചിരുന്നു. എന്നാൽ ഒരുമിച്ച് നിന്നാൽ നരേന്ദ്രമോദിയും ഷായും ഉയർത്തുന്ന വെല്ലുവിളി നേരിടാനാകുമെന്നാണ് ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിക്ക് പുതു ഊർജ്ജം നൽകാൻ അഹമ്മദ് പട്ടേലിന്റെ വിജയത്തിന് സാധിക്കുമെന്നും പാർട്ടി കരുതുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2 കോൺഗ്രസ് വിമത MLA-മാരുടെ വോട്ട് അസാധുവാക്കിയിരുന്നില്ല എങ്കിൽ അമിത്ഷായുടെ കണക്കുകൂട്ടലുകൾ പിഴക്കില്ലായിരുന്നുവെന്നാണ് ബി.ജെ.പി. നേതാക്കൾ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യത പാർട്ടി ആലോചിക്കുന്നുണ്ട്. അഹമ്മദ് പട്ടേലിന്റെ വിജയം വരണാധികാരി ഇന്നലെ പ്രഖ്യാപിക്കുമ്പോൾ അമിത്ഷാ ഗാന്ധിനഗറിലെ നിയമസഭാ മന്ദിരത്തിലുണ്ടായിരുന്നു. സ്വന്തം വിജയത്തെക്കാൾ ഉപരിയായി അഹമ്മദ് പട്ടേലിന്റെ പരാജയം ആഗ്രഹിച്ചിരുന്ന ബി.ജെ.പിയുടെ രാഷ്ട്രീയ ചാണക്യന് ലഭിച്ച തിരിച്ചടിയായിരുന്നു ആ പ്രഖ്യാപനം. റിപ്പോർട്ടർ, ദില്ലി. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചർച്ചയിൽ സംഘപരിവാറിനെ കടന്നാക്രമിച്ച് സോണിയാഗാന്ധിയുടെ പ്രസംഗം. ഇരുട്ടിന്റെ ശക്തികളെ കരുതിയിരിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയ സോണിയാഗാന്ധി രാജ്യത്തിന്റെ മതേതര പ്രതിച്ഛായയ്ക്ക് കളങ്കമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ ചെറുത്തു തോൽപ്പിക്കണമെന്നും പറഞ്ഞു. എന്നാൽ വിവാദ വിഷയങ്ങൾ പരാമർശിക്കാതെയായിരുന്നു പ്രധാനമന്ത്രി ലോക്സഭയിൽ സംസാരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്വിറ്റ് ഇന്ത്യ അനുസ്മരണ പ്രസംഗത്തിന് ശേഷമായിരുന്നു സോണിയാഗാന്ധി ലോക്സഭയെ അഭിസംബോധന ചെയ്തത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി കോൺഗ്രസ് പ്രവർത്തകർ നേരിട്ട പീഡനങ്ങളടക്കം എടുത്തുകാട്ടിയായിരുന്നു സോണിയാഗാന്ധിയുടെ പ്രസംഗം ആരംഭിച്ചത്. രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ ക്വിറ്റ് ഇന്ത്യ സമരം വഹിച്ച പങ്ക് വലുതാണെന്നും എന്നാൽ ഒരു വിഭാഗം സ്വാതന്ത്ര്യ സമരത്തിന് തന്നെ എതിരായിരുന്നെന്നും സോണിയ ഓർമ്മിപ്പിച്ചു. വെറുപ്പിന്റെയും വിഭജനത്തിന്റെയും കാർമേഘങ്ങൾ മതനിരപേക്ഷതയ്ക്കും സമത്വവാദത്തിന് മുകളിൽ വട്ടമിട്ട് പറക്കുകയാണെന്ന് പറഞ്ഞ സോണിയ ഇരുട്ടിന്റെ ശക്തികളെ കരുതിയിരിക്കണമെന്ന മുന്നറിയിപ്പും നൽകി. രാജ്യത്തിന്റെ മതേതര പ്രതിച്ഛായയ്ക്ക് കളങ്കമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ ചെറുത്തു തോൽപ്പിക്കണമെന്നും സോണിയ ആഹ്വാനം ചെയ്തു. सेक्युलर लोकतांत्रिक और उदारवादी मूल्य खतरे में पड़ते जा रहे हैं. पब्लिक स्पेस में असहमति, बहस और विचारों की विभिन्नता की गुंजाइश कम होती जा रही है. അതേസമയം വിവാദ പ്രസ്താവനകൾക്ക് മുതിരാതെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനപ്പുറത്തേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ക്വിറ്റ് ഇന്ത്യ സമരം പ്രചോദനമായതായി പ്രധാനമന്ത്രി പറഞ്ഞു. विश्व के सामने भारत को ऊंचाई पर लेकर जाते हैं तो विश्व का एक बहुत बड़ा समुदाय है जो किसी नेतृत्व की तलाश में, मदद की तलाश में है, किसी के प्रयोगों से सीखना चाहता है,
भारत उस पूर्ति के लिए सामर्थ्यवान है। अगर उसको करने के लिए हम कोशिश करें, मैं समझता हूं देश की बहुत बड़ी सेवा होगी। और ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ഗുജറാത്തിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അഹമ്മദ് പട്ടേൽ വിജയിച്ചത് കോൺഗ്രസിന്റെ തിരിച്ചുവരവിനുള്ള ഊർജ്ജമാകുമോ, ഉയർത്തെഴുന്നേൽപ്പിന്റെ ഊർജ്ജമാകുമോ എന്നാണ് എഡിറ്റേഴ്സ് അവർ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ ശ്രീ എം ടി രമേശ്, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി, ശ്രീ മാത്യു കുഴൽനാടൻ, കോൺഗ്രസ് നേതാവ്, ഒപ്പം ശ്രീ NP ചേക്കുട്ടി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നിവർ. ശ്രീ മാത്യു കുഴൽനാടൻ, ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പുനർജനിയാണോ? കഴിഞ്ഞ 4-5 വർഷമായി തിരിച്ചടികളുടെ കഥകൾ മാത്രമാണ് പാർട്ടി കേട്ടിട്ടുള്ളത്. ഇത് ജനങ്ങൾ നൽകിയ തെരഞ്ഞെടുപ്പ് വിജയമല്ല എങ്കിൽ പോലും ഒരു വലിയ സമ്മർദ്ദത്തെ അതിജീവിച്ചു എന്ന ഒരു സവിശേഷ സാഹചര്യമുണ്ട്. ഇത് കോൺഗ്രസിന്റെ തിരിച്ചുവരവിന്റെ സൂചനയാണോ? ഇതിപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ ഒരു പ്രകടമായൊരു മാറ്റം ആ നിലയിൽ ഇതിനെ വിലയിരുത്തുന്നത് ശരിയല്ല. പക്ഷേ ഒരു പെർസെപ്ഷൻ, പൊളിറ്റിക്സിൽ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പെർസെപ്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവേ രാജ്യത്ത് കഴിഞ്ഞ കുറച്ച് കാലമായി ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഒരു പ്രതീതി എന്ന് പറയുന്നത് കോൺഗ്രസ് വളരെ അങ്ങ് ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഡേ ബൈ ഡേ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. BJP അങ്ങ് എല്ലാ നിലയിലും BJP ടേക്ക് ഓവർ ചെയ്ത് BJPയുടെ ഒരു അപ്രമാദിത്വം എല്ലാ നിലയിലും അരക്കിട്ടുറപ്പിച്ചു. അല്ലെങ്കിൽ അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പുകളിൽ ഒന്നിന് പറയുന്ന കാര്യം, ഇപ്പോൾ പഞ്ചാബ് അടക്കമുള്ള സ്റ്റേറ്റുകൾ കോൺഗ്രസ് ജയിച്ചെങ്കിലും ഒരു പ്രചണ്ഡമായ പ്രചരണം ഉണ്ടായത് BJPയുടെ വലിയൊരു മേൽക്കോയ്മ രാജ്യത്തുണ്ടാകുന്നതാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അധികാരത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി, മറ്റ് പണത്തിൻ്റെ സ്വാധീനങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തി BJP ഒരു പ്രസ്റ്റീജ് പോരാട്ടമായി ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ ഒരു രാജ്യസഭാ തെരഞ്ഞെടുപ്പിനപ്പുറം BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒരു ബലപരീക്ഷണത്തിലേക്ക് ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മാറി. രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന, അല്ലെങ്കിൽ ഇത് പുറത്തുനിന്ന് പോലും ആളുകൾ ഉറ്റുനോക്കുന്ന നിലയിലേക്ക് വളരെ ഉദ്വേഗം ജനിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് മാറിയത് കൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ വിക്ടറി ഇപ്പം ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ നോക്കിയാൽ അറിയാം, രാജ്യത്തെമ്പാടുമുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ഒരു ആത്മവിശ്വാസം കിട്ടി എന്നുള്ളത് മാത്രമല്ല, ശ്രീ MT രമേശ്, ഇത് കേവലം ഒരു രാജ്യസഭാ സീറ്റിൽ ജയിച്ചാൽ എന്ത് എന്ന ചോദ്യത്തിൽ നിൽക്കുന്ന വിഷയമല്ല. കാരണം ഈ സമീപകാലത്ത് എങ്ങനെയൊക്കെയാണ് BJP നേട്ടമുണ്ടാക്കിയത് എന്നുള്ളത് നമ്മുടെ മുൻപിലുണ്ട്. അത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അധികാരം ഉപയോഗിച്ച് എന്ന വിമർശനം തന്നെ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഓരോരോ ഇടങ്ങളിൽ പാർലമെന്ററി പാർട്ടി തന്നെ അപ്പാടെ BJP ആയി മാറുന്ന അവസ്ഥ, പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ. കഴിഞ്ഞ ദിവസം ത്രിപുരയിൽ അത് കണ്ടു. തൃണമൂൽ കോൺഗ്രസ് ഏതാണ്ട് അപ്പാടെ BJP ആയി മാറി. മുൻപ് അരുണാചൽ പ്രദേശിൽ കോൺഗ്രസിന്റെ സർക്കാർ നേരെ മറുകണ്ഠം ചാടി BJP ആകുന്നത് കണ്ടു. ഗോവയിലും മണിപ്പൂരിലും കോൺഗ്രസിന് ഒറ്റയ്ക്ക് വലിയ കക്ഷിയാകാൻ സാധിച്ചെങ്കിലും അവർക്ക് ഭരണം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞില്ല. ഈ മട്ടിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ പക്ഷേ ഗുജറാത്തിൽ പാളിപ്പോയി എന്നുള്ളതൊരു വലിയ സൂചന നൽകുന്നതല്ലേ? അല്ല, ഗുജറാത്തിനെ സംബന്ധിച്ച് നേരത്തെ അഭിലാഷ് പറഞ്ഞത് കോൺഗ്രസ് സമ്മർദ്ദത്തെ അതിജീവിച്ചു. കോൺഗ്രസിൻ്റെ സമ്മർദ്ദം കോൺഗ്രസിനകത്തു നിന്നായിരുന്നു. ആ സമ്മർദ്ദത്തെ എവിടെയാണ് കോൺഗ്രസ് അതിജീവിച്ചത്? കാരണം 44 MLA-മാരെ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ടും ആ താമസിപ്പിച്ചതിൽ 2 MLA-മാരാണ് ഈ പ്രാവശ്യം കോൺഗ്രസിലായിട്ട് വോട്ട് രേഖപ്പെടുത്തിയത്. ആ രേഖപ്പെടുത്തിയ ആളുകൾ അവർ കാണിച്ചൊരു അബദ്ധം കൊണ്ടാണല്ലോ ഇപ്പോൾ അഹമ്മദ് പട്ടേൽ ജയിച്ചത്, അല്ലാതെ വോട്ടിൻ്റെ പിൻബലത്തിലല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് സമ്മർദ്ദത്തെ അതിജീവിച്ചിട്ടില്ല. ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ വഗേല അടക്കമുള്ള 14ഓളം MLA-മാരെ കോൺഗ്രസ് പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അവിടെ നെടുക പിളർപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് സാങ്കേതികമായി ജയിച്ചെങ്കിലും കോൺഗ്രസ് കഴിഞ്ഞ 6-7 മാസമായിട്ട് ഗുജറാത്തിൽ അവരനുഭവിക്കുന്ന അവരുടെ അകത്തുള്ള സമ്മർദ്ദം, നേതൃത്വത്തിനെതിരായിട്ട് ഒരു വിഭാഗം നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരുന്ന കലാപം, ഇതൊക്കെ ശക്തിപ്പെട്ടു വരികയാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് ഒന്നുകൂടി വർദ്ധിപ്പിക്കുക എന്നല്ലാതെ കോൺഗ്രസിൻ്റെ സമ്മർദ്ദം അതിജീവിക്കാൻ വേണ്ടി പോകുന്നില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ശരി, ഞങ്ങൾ പരാജയപ്പെട്ടു, ഞങ്ങൾക്ക് 3 രാജ്യസഭാ സീറ്റ് ജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അംഗബലം ഉണ്ടായിരുന്നില്ല, 31 MLA-മാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ 31 MLA-മാർ കൂടെ ഉണ്ടാകുമ്പോൾ ഒരു സാധ്യത വന്നപ്പോൾ ഞങ്ങൾ ആ സാധ്യത പ്രയോജനപ്പെടുത്തി. സാധ്യത എന്നുള്ളത് BJP ഉണ്ടാക്കിയ ഒരു സാധ്യതയാണല്ലോ. അതല്ലാതെ 57 MLA-മാരുണ്ടായിരുന്ന കോൺഗ്രസ് 44-ലേക്ക് ചുരുങ്ങുക എന്നുള്ളത് സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയായി. ആ പാർട്ടിയിൽ എതിരഭിപ്രായമുള്ള ആളുകൾ രാജിവെക്കുകയോ കൂറുമാറുകയോ ചെയ്തു എന്നുള്ളതിനപ്പുറത്ത് രാജിവെപ്പിക്കുകയോ കൂറുമാറ്റുകയോ ചെയ്തു എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? അല്ല, അതൊരു ബാലിശമായിട്ടുള്ള കാര്യമാണ്. അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് അവരുടെ ദൗർബല്യം അംഗീകരിക്കേണ്ടി വരും. ഗുജറാത്തിൽ പ്രതിപക്ഷ നേതാവ്, അവിടുത്തെ ചീഫ് വിപ്പ് അടക്കമുള്ള കോൺഗ്രസിൻ്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരെ സമ്മർദ്ദത്തിലൂടെ അടർത്തിയെടുക്കാൻ BJPക്ക് സാധിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും? കാരണം ഇതിപ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പേ മാത്രം ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ 6 മാസമായിട്ട് ഗുജറാത്തിൽ ഈ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാതെ അത് അവരുടെ ദൗർബല്യമാണ്. ഞാൻ ചോദിക്കട്ടെ, BJP ഗുജറാത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഉണ്ടായിരുന്ന ശങ്കർ സിംഗ് വഗേലയെ കോൺഗ്രസ്സുകാർ അകത്തി കൊണ്ടുപോയതാണ്. കേശുഭായ്
വല്ലഭായ് പട്ടേൽ ഉപയോഗിച്ചുകൊണ്ട് BJPക്കകത്തൊരു കലാപം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചതാണ്. ഇന്നിപ്പോൾ അതേ ശങ്കർ സിംഗ് വഗേല തന്നെ കോൺഗ്രസ്സിന് ഒരു വലിയ ഭീഷണിയായിട്ട് മാറുന്ന ഘട്ടം വരുമ്പോൾ അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് ഒരു പരിമിതമായി ഞങ്ങളുടെ രാഷ്ട്രീയ തീർച്ചയായും. ഷെയ്ൻ പി ചേക്കുട്ടി, കോൺഗ്രസിനെ സംബന്ധിച്ച് രാജ്യമെമ്പാടും കോൺഗ്രസിന്റെ സംഘടനാ ശരീരത്തിന് ഒരു പുതിയ ജീവൻ നൽകുന്നുണ്ടോ? പ്രവർത്തകർക്ക് ഒരു ആത്മവീര്യവും ഒരു ഊർജ്ജവും നൽകുന്നുണ്ടോ ഈ വിജയം? അവിടെ 43 MLA-മാരെ കൊണ്ട് 43 പാർട്ടി MLA-മാരെ കൊണ്ട് സ്വന്തം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസത്തെക്കാൾ കോൺഗ്രസിന് ഒരു രാഷ്ട്രീയ വിജയം നേടാൻ ഉള്ള പ്രാപ്തിയോ പര്യാപ്തതയോ നേടിക്കൊടുത്തിട്ടുണ്ടോ? തീർച്ചയായും ഗുജറാത്തിൽ BJPയുടെ സംഘടനാ ശേഷി, രാഷ്ട്രീയമായിട്ടുള്ള ശേഷി, പണത്തിൻ്റെ കരുത്ത്, അധികാരത്തിൻ്റെ ബലം, ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് അവർക്ക് തങ്ങളുടെ സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞത് അഹമ്മദ് പട്ടേലിൻ്റെ വിജയം പല നിലയ്ക്കും ഒരു രാഷ്ട്രീയമായിട്ട് മാത്രമല്ല സംഘടനാപരമായിട്ടും കോൺഗ്രസിനെ ബലപ്പെടുത്തും. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് കോൺഗ്രസിനെ അകത്ത് നിന്ന് ഒരു ഇറോഷൻ സംഭവിച്ചിട്ടുണ്ട് സമീപകാലത്ത്. അത് ഗുജറാത്തിൽ മാത്രമല്ല സംഭവിച്ചിരിക്കുന്നത്, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. അത് അധികാരത്തിൽ നിന്ന് കോൺഗ്രസിന് അധികാരത്തിലേക്ക് തിരിച്ചു വരാനിടയില്ല. BJPയാണ് ഇനി അധികാരത്തിൻ്റെ നിയന്ത്രണമുള്ള പാർട്ടി. അതുകൊണ്ട് അങ്ങോട്ട് പോയി കളയാം എന്നുള്ള ഈ ആയാറാം ഗയാറാം ഒരു ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളാണ് പോകുന്നത്. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ പോകുന്നത് കൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട്. അത് BJPയിൽ ചെന്ന് അത്തരത്തിലുള്ള ആളുകൾ ചെന്ന് ചാടുന്നത് കൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട്. കാരണം രാഷ്ട്രീയത്തിൽ അടിസ്ഥാനപരമായിട്ട് ജനങ്ങൾ കാണുന്നത് പ്രിൻസിപ്പിൾഡ് ആയിട്ടുള്ള ആളുകളെയാണ് വേണ്ടത്. ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആളുകളുണ്ട്. അല്ലാണ്ട് സ്വന്തം കാര്യം ചിന്താവാദമായിട്ടുള്ള ആളുകൾ BJPയിലേക്ക് ഇപ്പോൾ ഒഴിച്ചു പോക്ക് തുടങ്ങിയിരിക്കുന്നത് ഒരു നിലക്ക് കോൺഗ്രസിന് നല്ലതാണ്. കോൺഗ്രസിനെ രാഷ്ട്രീയമായിട്ട് സംഘടനാപരമായിട്ട് പുതിയ ഒരു മട്ടിൽ എന്താ പറയുക റിവൈവ് ചെയ്യാൻ സഹായിക്കും. ജയറാം രമേശിനെ പോലെ ആളുകൾ പറഞ്ഞ് ശരിയാണ്, പുതിയ മട്ടിൽ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാനേ പറ്റുള്ളൂ. അതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കാൻ 2019 വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ ഇപ്പോഴത്തെ സാഹചര്യം സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഗുജറാത്തിൽ മാത്രമല്ല പല സ്ഥലത്തും ഇങ്ങനെയുള്ള സ്ഥാപിത താല്പര്യക്കാരായിട്ടുള്ള ആളുകൾ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് ഏറ്റവും പറ്റിയ ഇടം BJPയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം അധികം വൈകാതെ അവർക്കൊരു വലിയ തലവേദനയായിട്ട് മാറും. ആ നിലയിലാണ് ഞാനതിനെ കാണുന്നത്. രാഷ്ട്രീയമായിട്ട് നമ്മൾ ജനങ്ങൾ കൂടെയുള്ള കാലത്തോളം, ജനങ്ങൾ ഈ BJPയുടെ നിലപാടുകൾക്കെതിരായിട്ട് നിൽക്കുന്ന കാലത്തോളം ഒരു ലീഡർഷിപ്പ് കൊടുക്കേണ്ട പ്രശ്നം മാത്രമേ ഉള്ളൂ. 2014 പോലും 31% വോട്ട് മാത്രമാണ് BJPക്ക് നേടാൻ കഴിഞ്ഞത്. അതിനപ്പുറത്തുള്ള മഹാഭൂരിപക്ഷം ജനങ്ങളെ ഒന്നിച്ചു നിർത്താനുള്ള ഒരു സാധ്യത ഇപ്പോൾ പതുക്കെ ഉയർന്നു വരുന്നുണ്ട്. ശരി, അതാണ് താങ്കളുടെ നിരീക്ഷണം. തുടരുക. ശ്രീ മാത്യു കുഴൽനാടൻ, കഴിഞ്ഞ ദിവസം ജയറാം രമേശ് പറഞ്ഞ കാര്യം അദ്ദേഹത്തിന്റെ വാദത്തിനിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. സുൽത്താനേറ്റ് അവസാനിച്ചെങ്കിലും സുൽത്താൻമാരാണെന്ന് കരുതുന്ന നേതാക്കളാണ് കോൺഗ്രസ് പാർട്ടിയുടേതെന്ന് തുറന്നു പറഞ്ഞത് ജയറാം രമേശാണ്. ആ സമീപനത്തിൽ നിന്ന് കോൺഗ്രസ് മാറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ഇതൊരു നിലനിൽപ്പിൻ്റെ പ്രശ്നമായി കോൺഗ്രസ് കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ഈ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ടത് കോൺഗ്രസിൻ്റെ പഴയ പടക്കുതിരകൾ. അവിടെ അഹമ്മദ് പട്ടേൽ വിജയിക്കുന്നു, ഒപ്പം അശോക് ഗെഹ്ലോട്ട് ഇതിന് ചുക്കാൻ പിടിക്കാൻ ഉണ്ടായിരുന്നു. CWC യോഗത്തിൽ പോലും രാഹുൽ ഗാന്ധിയെ കണ്ടില്ല താനും. കോൺഗ്രസിൻ്റെ പഴയ പടക്കുതിരകൾ പരമ്പരാഗത രാഷ്ട്രീയം ഇറക്കി, പരമ്പരാഗതമായിട്ടുള്ള തന്ത്രങ്ങൾ ഇറക്കി ജയിക്കുന്നതാണോ? രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള രാഹുൽ ഗാന്ധിയുടെ ടീമിൻ്റെ പരാജയം അഡ്മിറ്റ് ചെയ്യുന്നതാണോ? എന്താണ് സംഭവിച്ചത്? അല്ല, ഇപ്പോൾ ഇവിടെ കോൺഗ്രസ് ഒരു വിശാല ജനാധിപത്യം അനുവദിക്കുന്ന പാർട്ടിയാണ്. സ്വാഭാവികമായിട്ടും നേതാക്കന്മാർ അവരുടെ അഭിപ്രായങ്ങൾ വളരെ പരസ്യമായി പറയാറുണ്ട്, പാർട്ടിക്ക് അകത്ത് പറയാറുണ്ട്, പലപ്പോഴും പുറത്ത് പറയാറുണ്ട്. ജയറാം രമേശ് സൂചിപ്പിച്ച ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നിടത്തോളം പാർട്ടിയിൽ ഒരു ചേഞ്ച് ഓഫ് ഗാർഡിന് ഉള്ള ഒരു പ്രോസസ്സ്, ഇൻറ്റേർണൽ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും മാറിയ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിലും പൊതുസമൂഹത്തിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു പുതിയ ശൈലി, ഒരു പുതിയ രാഷ്ട്രീയ ശൈലി കോൺഗ്രസ് അഡോപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ പ്രോസസ്സിലാണ് കോൺഗ്രസ്. അതിപ്പോൾ ഒരു രാത്രി കൊണ്ട് ഇത്രയും വലിയ ആ പുതിയ രാഷ്ട്രീയ ശൈലി പഴയ ആളുകളാണോ സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ ജയറാം രമേശ് തന്നെ അഭിമുഖത്തിൽ പറഞ്ഞു, ഞാൻ 2015 രാഹുൽ ഗാന്ധി അധ്യക്ഷനാകും എന്ന് വിചാരിച്ചു, നടന്നില്ല. 2016 രാഹുൽ ഗാന്ധി അധ്യക്ഷനാകുമെന്ന് വിചാരിച്ചു, നടന്നില്ല. 2017 അദ്ദേഹം അധ്യക്ഷനാകുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്, നടക്കുമോ എന്നറിയില്ല. ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. ഇന്നലെ ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടായപ്പോൾ പോലും രാഹുൽ ഗാന്ധിയെ കണ്ടില്ല. അതാണ് ഞാൻ പറയുന്നത്, പഴയ പടക്കുതിരകൾ ഇറങ്ങിയാണ് ഇതെങ്കിലും സാധിച്ചത്. അല്ല, ഞാൻ പറഞ്ഞില്ലേ അഭിലാഷ്, അതൊക്കെ ഇപ്പം ഞാൻ പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ അമരീന്ദർ സിംഗിൻ്റെ വിജയമാണ് എന്ന നിലയിൽ പറയുന്നു. സ്വാഭാവികമായിട്ടും അഹമ്മദ് പട്ടേൽ ജയിക്കുന്നു. ഇതിപ്പോൾ പഴയ അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എനിക്ക് നന്നായി അറിയാവുന്നതാണ്, പഞ്ചാബിലെ സീറ്റ് തീരുമാനത്തിൽ ഏറ്റവും നിർണായകമായ ഇടപെടൽ നടത്തിയത് രാഹുൽ ഗാന്ധിയാണ്. അതിപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വന്ന് ഞാനാണ് ഈ വിജയത്തിൻ്റെ എൻ്റെ വിജയമാണ് എന്ന് പറയും. അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു ശൈലിയില്ല.
ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ നിന്ന് അല്ലെങ്കിൽ നയിച്ച പ്രതീതി ഉണ്ടാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു? രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് നിസ്സാരമാണ്. പക്ഷേ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പരാജയമായി വിലയിരുത്തുന്നവരുണ്ട്, അല്ലെങ്കിൽ പരാജയമായി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതിനു മുമ്പ് ഏറ്റവും നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പൊളിറ്റീഷ്യൻ, ഇവൻ ഞാനാണെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ഇത് പറയാം, എനിക്ക് അതിൻ്റെ ഒരു ക്രെഡിറ്റ് കിട്ടണം, ജനങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കാൻ സ്വാഭാവികമായിട്ടും എന്നിൽ ഉണ്ടാകുന്നൊരു വികാരമാണ്. യു പിയിൽ കഴിഞ്ഞ 1ാം UPA സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം രാഹുൽ ഗാന്ധി മാത്രം എടുത്താണ്. ഈ പഴയ നേതാക്കന്മാരെല്ലാവരും ഇപ്പോൾ നല്ലൊരു അവസരമാണ്, കൂട്ടായി മത്സരിക്കണമെന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം അതിൻ്റെ റിസ്ക് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് മത്സരിച്ചു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം 20 MPമാരെ യു പിയിൽ നിന്നുണ്ടായി. അദ്ദേഹം വന്ന് പറഞ്ഞോ ഇത് എൻ്റെ നേട്ടമാണ്, എൻ്റെ വിജയമാണ് UPA സർക്കാരിൻ്റെ? ഇല്ല, അദ്ദേഹത്തിൻ്റെ ശൈലി അതാണ്. അമിത്ഷായും നരേന്ദ്രമോദിയും മുന്നോട്ട് വെക്കുന്ന ശൈലിയാണ്. ഞാൻ ഡോക്ടർ മൻമോഹൻ സിംഗ്, അദ്ദേഹം ഏതെങ്കിലും നേട്ടങ്ങൾ എന്റെയാണ് എന്ന് ഇന്ന് വരെ രാജ്യത്തോട് കാലം മാറി, രാജ്യം മാറി, രാഷ്ട്രീയ സമീപനങ്ങളും മാറി. അങ്ങനെയുള്ള സമീപനം രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ അത് എത്രമാത്രം വിജയകരമാകും, രാഹുൽ ഗാന്ധിക്ക് ഒരു സക്സസ്ഫുൾ പൊളിറ്റീഷ്യൻ ആകാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. ഞാനൊന്ന് പോന്ന് പറഞ്ഞോട്ടെ, എൻ്റെ ഒരു പ്രശ്നം, എൻ്റെ ഒരു വിയോജിപ്പ് ഇവിടെയാണ്. ഈവൻ അഭിലാഷിനെ പോലെയുള്ള ആളുകൾ ഈ വാഴുന്നവന് വളമിടുക എന്ന് കണ്ട് ഈ പ്രായമുള്ളവർ പറയുന്നൊരിതുണ്ട്. അതായത് വിജയിക്കുന്ന ആ ശൈലിയാണ് ശരിയെന്ന് തോക്കുന്നവരെ പറഞ്ഞുകൊണ്ടിരിക്കും, തോക്കുന്നവരെ പറയുന്നത്. നരേന്ദ്രമോദിയാണ് അഭിലാഷ്, ഇറ്റ് ഈസ് ഹാർഡ്ലി 3 years. കോൺഗ്രസ് 10 വർഷം അധികാരത്തിൽ മാറി 3 വർഷമായിട്ടുള്ളൂ. രാഷ്ട്രീയത്തിൽ ഒരാഴ്ച പോലും വലിയൊരു സമയമാണ്. ഇതൊക്കെ കോൺഗ്രസ് പോലൊരു പാർട്ടിയെ എഴുതിത്തള്ള, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു ജഡ്ജ്മെന്റൽ ലൈനിലേക്ക് പോകുന്നത്, എസ്പെഷ്യലി നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ അടക്കമുള്ളവർ ഈ ഒരു പ്രചരണത്തിൽ മാത്രം മുങ്ങി അങ്ങനെ വിലയിരുത്തുന്നത് എനിക്ക് യോജിപ്പില്ല. ശരി, MT രമേശ്, കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് BJPയെ സംബന്ധിച്ചുള്ള ഒരു ആഗ്രഹമാണ്, അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് അങ്ങനെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള സൂചന കൂടിയല്ലേ? രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുക്കേണ്ട ഗുജറാത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് നല്ല റൂട്ടുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെയാണ് ഇനി അടുത്ത വർഷങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മധ്യപ്രദേശ് ആയാലും രാജസ്ഥാൻ ആയാലും ഇവിടങ്ങളിലൊന്നും കോൺഗ്രസ് കുറ്റിയേറ്റ് പോയിട്ടില്ല. ഒരു നല്ല നേതാവ് ഉണ്ടായാൽ കോൺഗ്രസിന് ഏത് നിമിഷവും അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇപ്പോഴും അവർക്ക് നേതാവുണ്ട്, അത് വർക്ക് ചെയ്യുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അല്ല, ഞങ്ങളിപ്പോൾ കോൺഗ്രസ് തിരിച്ചു വരില്ല അല്ലെങ്കിൽ തിരിച്ചു വരാൻ പാടില്ല, കോൺഗ്രസ് തിരിച്ചു വരാൻ വേണ്ടി പരിശ്രമിക്കും. തിരിച്ചു വരാനുള്ള കോൺഗ്രസിൻ്റെ പരിശ്രമത്തെ പരാജയപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കും. അതാണല്ലോ ജനാധിപത്യത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ മുഴുവനും കോൺഗ്രസിൻ്റെ ഭരണത്തിലായിരുന്നു. അത് മാറ്റിയിട്ട് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസിനെ തോൽപ്പിക്കുക, രാഷ്ട്രീയമായിട്ട് തോൽപ്പിക്കുക എന്നുള്ളതാണ് BJP ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അർത്ഥം കോൺഗ്രസ് ഇല്ലാതാകുന്നില്ല. കോൺഗ്രസ് ഇന്നും ഇന്ത്യയിൽ ജീവിക്കുന്നൊരു പാർട്ടിയാണ്, അതിനൊന്നും എനിക്ക് തർക്കമൊന്നുമില്ല. അങ്ങനെ കോൺഗ്രസ് രാജ്യത്ത് ആകമാനം ഇല്ലാതായി എന്നതൊക്കെ പറഞ്ഞാൽ അത് യുക്തിഭദ്രമാണ് എന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷേ BJP എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ കയ്യിലുള്ള സംസ്ഥാനങ്ങളുടെ അധികാരം രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ പിടിച്ചെടുക്കുക എന്ന സമീപനമാണ്. ഇപ്പോൾ അത് വിജയിച്ചുകൊണ്ട് ഇപ്പോൾ ആകെയുള്ളത് നമുക്ക് പ്രബലമായ സംസ്ഥാനങ്ങളെന്ന് പറയാൻ സാധിക്കുന്നത് കർണാടകയും പഞ്ചാബും മാത്രമേ ഉള്ളൂ. ഹിമാചൽ പ്രദേശിലും കർണാടകത്തിലും 2017 2018 തിരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു. ഞങ്ങളുടെ ടാർഗറ്റ് ആ 2 സംസ്ഥാനങ്ങളാണ് ജയിക്കുക എന്നുള്ളതാണ്. അതുകൂടി കഴിഞ്ഞാൽ ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം പഞ്ചാബ് മാത്രമായിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഞങ്ങൾ നടത്തുന്നു. കോൺഗ്രസ് പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ ശ്രമിക്കും, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ജനാധിപത്യത്തിൽ ബഹുകക്ഷി സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത്, എല്ലാ കക്ഷികളും ഉണ്ടാവണം. പക്ഷേ ഓരോ കക്ഷികളും മറ്റു കക്ഷികളെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും, അത് ഞങ്ങൾ ശ്രമിക്കും. ഞങ്ങളത് ശ്രമിക്കുമ്പോൾ ആ ശ്രമത്തെ രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം അപവാദങ്ങൾ പ്രചരിപ്പിച്ച് മറ്റു രീതിയിൽ പ്രചരിപ്പിച്ച് അതിനെ എതിർത്തിട്ട് എന്താ കാര്യം? ഞാൻ ചോദിച്ച ഒരു ഒറ്റ കാര്യം, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതേവരെ MLA-മാരെ മറ്റൊരു സംസ്ഥാനത്തേക്ക് രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നിട്ടുണ്ടോ? പലപ്പോഴും MLA-മാരെ മാറ്റിപ്പാർപ്പിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. പല വിശ്വാസ വോട്ടുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ പോയിന്റ് അതാണ്. അതായത് സാധാരണ ചെയ്യാറ്, ഒരു ഗവൺമെൻറ് വിശ്വാസ വോട്ടെടുപ്പ് തേടുമ്പോൾ ആ പാർട്ടിയിലെ വിമതന്മാരെ ഭയന്നുകൊണ്ട് MLA-മാരെ മാറ്റിപ്പാർപ്പിക്കാറുണ്ട്. അങ്ങനെയാണല്ലോ സംഭവം. ഇത് അവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള BJPയെ ഭയന്നുകൊണ്ട് ഞങ്ങളുടെ MLA-മാരെ മറ്റ് സംസ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, അധികാരമുള്ള പണമുള്ള എല്ലാ അധികാര സ്ഥാപനങ്ങളും കയ്യിലുള്ള ഒരു പാർട്ടി മറുവശത്തിരിക്കുമ്പോൾ പിന്നെ ഇതല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും? കർണാടകയിൽ കൊണ്ടുപോയല്ലോ. കർണാടകയിലേക്ക് ഈ MLA-മാർ എത്തി 2 ദിവസം കഴിയുന്നതോടുകൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ഇൻകം ടാക്സ് വകുപ്പിന്റെയും റെയ്ഡുകൾ നടന്നല്ലോ. ഇത്രയും കാലം IT ED ഒന്നും ഉണ്ടായിരുന്നില്ലേ? ശിവകുമാറിന്റെ
സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് ഇപ്പോൾ ഈ MLA-മാർ ബാംഗ്ലൂരിൽ എത്തുമ്പോൾ മാത്രമാണോ അറിവുണ്ടാകുന്നത്? അല്ലല്ലോ. ഞാൻ മറുവാദം ചോദിക്കട്ടെ, ശിവകുമാറിന്റെ വീട് റെയ്ഡ് ചെയ്തുകൊണ്ട് ഈ MLA-മാർ എന്തിനാ പേടിക്കുന്നത്? കോൺഗ്രസിനെ അല്ലെങ്കിൽ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന സംവിധാനത്തെ വിറപ്പിക്കാമല്ലോ. MLA-മാരെ റെയ്ഡ് ചെയ്തിട്ടില്ല, MLA-മാരെ വീട് റെയ്ഡ് ചെയ്തിട്ടില്ല, MLA-മാർക്കെതിരായിട്ട് എന്തെങ്കിലും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല. ശിവകുമാറിന്റെ വീട് റെയ്ഡ് ചെയ്യുമ്പോൾ MLA-മാർ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ അർത്ഥം ശിവകുമാറിന്റെ കയ്യിൽ MLA-മാർക്കുള്ള എന്തോ സാധനമുണ്ട് എന്നാണ്. എന്തിനാണ് അവർ ഭയപ്പെടുന്നത്? എന്തിനാ ഭയപ്പെടുന്നത്? രണ്ടാമത്തെ കാര്യം, ഇവിടെ കോൺഗ്രസ് ഭയപ്പെട്ടത് ഞങ്ങളെയല്ല ഭയപ്പെട്ടത്, കോൺഗ്രസിന് ഭയമുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ ഭയം കോൺഗ്രസിൻ്റെ MLA-മാരെ, അവിടെ വിമത MLA-മാരാണ്, ശങ്കർ സിംഗ് വഗേലയാണ് ഭയപ്പെട്ടത്. അത് BJP എന്ന് പറഞ്ഞ വലിയ പ്രതീതി ഉണ്ടാക്കിയതാണ്. ആ ഭീതി ഇപ്പോഴും കോൺഗ്രസിന് വിട്ടുപോയിട്ടില്ല. പുറകിൽ BJP ആണുള്ളത്. പിന്നെ രാഷ്ട്രീയത്തിന്റെ ദുര്യോഗമാണത്. പണക്കിലുക്കം കാണുമ്പോൾ MLA-മാർ മറുകണ്ഠം ചാടുമെന്നുള്ളത്. ഞാൻ അതിലേക്ക് വരാം. ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പോലെ ശ്രീ NP ചെക്കുട്ടി, കോൺഗ്രസിനെ സംബന്ധിച്ച് തിരിച്ചു വരാനുള്ള, അവരെ സംബന്ധിച്ചുള്ള അവരുടെ വേരുകൾ ഇപ്പോഴും ഇന്ത്യയിലുണ്ട്, വിവിധ സംസ്ഥാനങ്ങളിലുണ്ട്. പക്ഷേ ഒരു നല്ല നേതൃത്വമോ നല്ല സംഘടനാ സംവിധാനമോ പലയിടത്തും ഉണ്ടാകാത്തതാണ് പ്രശ്നം. നല്ല നേതൃത്വം ഉണ്ടായ സമയത്ത് അവർക്ക് നന്നായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ആന്ധ്രാപ്രദേശ് ഒരു ഉദാഹരണമാണ്. രാജശേഖർ റെഡ്ഡി ഉണ്ടായിരുന്ന കാലത്ത് കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. അദ്ദേഹം മരിച്ചതോടുകൂടി അവിടെ കോൺഗ്രസ് കഴിഞ്ഞു. ഇപ്പോൾ അമരീന്ദർ സിംഗ് ഉള്ളതുകൊണ്ട് പഞ്ചാബിൽ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നു. മറ്റ് ഇതര സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷങ്ങളിൽ വരികയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അതാത് സംസ്ഥാനങ്ങളിൽ കൃത്യമായ സംഘടനാ സംവിധാനവും അതിനൊരു നേതൃത്വവും ഇല്ലാതെ വിജയിക്കാൻ സാധിക്കുമോ? തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതും പരാജയപ്പെടുന്നതും നമ്മൾ നേതാക്കന്മാരുടെ പ്രസംഗം കൊണ്ട് മാത്രമല്ല, സംഘടനാശേഷി കൊണ്ട് മാത്രമല്ല, ജനങ്ങളുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ മാറ്റി ചിന്തിക്കാൻ തുടങ്ങുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, രാഷ്ട്രീയമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. 2004 വളരെ ക്ലാസിക് എക്സാമ്പിളാണ്. 2004 എക്സാമ്പിൾ എന്താണ്? BJPയുടെ NDA മുന്നണി വളരെ ശക്തമായിട്ട് നിൽക്കുന്ന സമയത്താണ് അവർ രാജ്യത്ത് അധികാരത്തിലേക്ക് തിരിച്ചു വരും എന്ന് വളരെ ഉറപ്പായിരുന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അവരാണ് ഇന്ത്യ ഷൈനിങ് എന്നുള്ള ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. വാജ്പേയിയെ പോലൊരു പ്രധാനമന്ത്രി, അഡ്വാനിയെ പോലൊരു നേതാവ്. ആ സമയത്ത് കോൺഗ്രസിൻ്റെ കൂടെ ആരുണ്ടായിരുന്നു? ആരും ഉണ്ടായിരുന്നില്ല. സോണിയാഗാന്ധി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ മൻമോഹൻ സിംഗും പിന്നെ അങ്ങനെയുള്ള ചില നേതാക്കളുമാണ്. ഒരു കരുത്തുള്ള നേതാക്കളോ അല്ലെങ്കിൽ ശക്തിയുള്ള ഒരു പബ്ലിക് ഇമേജുള്ള ലീഡേഴ്സും ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ 2004 തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്താ വന്നത്? BJPയെ തറപറ്റിച്ചുകൊണ്ട് UPA അധികാരത്തിലേക്ക് തിരിച്ചു വരികയുണ്ടായത്. മാത്രമല്ല, ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ 5 വർഷത്തെ ഭരണത്തിൻ്റെ നേട്ടമാണ് 2009 വീണ്ടും ആ സർക്കാരിന് തിരിച്ച് കയറ്റിയത്. അപ്പം എന്താണ് വിഷയം? അത് നേതാക്കന്മാരുടെ പ്രസക്തിയോ നേതാക്കന്മാരുടെ ജനങ്ങളുടെ ഇടയിൽ ഇമേജോ ഒന്നുമല്ല, മറിച്ച് ജനങ്ങൾക്കിടയിലുണ്ടായ അനുഭവങ്ങളാണ് ആ നിലയിൽ ഒരു മാറ്റത്തിന് കളമൊരുക്കിയത്. ആ മാറ്റമാണ് നമ്മൾ കാണേണ്ടത്. കഴിഞ്ഞ 3 വർഷക്കാലത്തെ BJP ഭരണം കൊണ്ട് ജനങ്ങൾക്ക് എന്ത് നേടി? ജനങ്ങൾ അനുഭവങ്ങൾ ഇതാണ്. ഈ അനുഭവത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ ചേഞ്ച് ഉണ്ടാകുന്നത്. ആ പൊളിറ്റിക്കൽ ചേഞ്ച് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ BJPക്കെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ ട്രെൻഡായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക രംഗത്തുണ്ടായിരിക്കുന്ന തിരിച്ചടി വളരെ ഗുരുതരമാണ്. തൊഴിൽ രംഗത്തുണ്ടായിരിക്കുന്ന തിരിച്ചടി വളരെ ഗുരുതരമാണ്. ഈ അനുഭവങ്ങളാണ് നമ്മൾ കാണേണ്ടത്. ജനങ്ങൾ ഈ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ച ഒന്നും നൽകുന്നതിൽ അവർ വിജയിച്ചിട്ടില്ല. ആ ഒരു താക്കീത് വളരെ പ്രധാനമാണ്. ഈ അനുഭവങ്ങളിൽ നിന്ന് BJP പിന്നെ എന്താ പറയുക എന്തെങ്കിലും മെസ്സേജ് എടുക്കുമെന്ന് എനിക്കറിയില്ല. 2019 മുമ്പ് ജനങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാക്കുന്നതിൽ ഇവർ പരാജയപ്പെടുകയാണെങ്കിൽ ഒരിക്കലും അവർക്ക് തിരിച്ചു വരാനിടയില്ല. സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ അവർ വിജയിച്ചേക്കാം, പക്ഷേ ദേശീയ തലത്തിൽ തിരിച്ചു വരണമെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള നടപടികൾ അവരുടെ ഭരണരംഗത്ത് വേണ്ടതായിട്ട് വരും. ഇതുവരെ അതുണ്ടായിട്ടില്ല. ശരി, ഇവിടെ ശ്രീ മാത്യു കുഴൽനാടൻ, എനിക്ക് അക്കാര്യത്തിലുള്ള ഒരു വിയോജിപ്പ്. ഭരണവിരുദ്ധ വികാരം കൊണ്ട് മാത്രം ഒരു കക്ഷി ജയിക്കുന്ന കാലം കഴിഞ്ഞുപോയി. എന്തുകൊണ്ടാണ് BJP തനിച്ച് ഭൂരിപക്ഷം നേടിയത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉപയോഗിക്കാൻ കഴിയുന്ന സംഘടനാ സംവിധാനവും നേതാവും ഉള്ളതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് പഞ്ചാബിൽ കോൺഗ്രസിന് അധികാരം കിട്ടിയത്? അവിടെ ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് എന്നുള്ള നേതാവും അദ്ദേഹത്തിന് ചുറ്റും ആളുകളും ഉണ്ടായിരുന്നുള്ളതുകൊണ്ടാണ്. അതേമാതിരി ഭരണവിരുദ്ധ വികാരം ഒരുപക്ഷെ രാജ്യത്തുണ്ടാകാം, ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടാകാം, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ. പക്ഷേ നിങ്ങൾക്ക് അവിടെ എമർജ് ചെയ്യണമെങ്കിൽ നേതാവും നേതൃത്വവും പാർട്ടിയും വേണ്ടേ? അല്ല അഭിലാഷ്, അതിപ്പോൾ കോൺഗ്രസ്സിന് ലീഡർഷിപ്പ് ഇല്ലെന്നോ തെരഞ്ഞെടുപ്പ് നയിക്കാൻ പറ്റുന്ന ആളുകളില്ലെന്നോ ഉള്ളത് തെറ്റിദ്ധാരണയാണ്. ഒരിക്കലും അങ്ങനെ ധരിക്കേണ്ടതില്ല. കോൺഗ്രസ് പാർട്ടിക്ക് നേതൃബാഹുല്യമാണ് യഥാർത്ഥത്തിലുള്ളത്. നേതാക്കന്മാർ കൂടുതലായതാണ് യഥാർത്ഥ പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഞാൻ മധ്യപ്രദേശ്
മധ്യപ്രദേശിൽ കോൺഗ്രസ്സിന് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഉള്ളിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേതാവിനെ ചൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. ഒരു വശത്ത് ദിഗ്വിജയ് സിംഗ്, ഒരു വശത്ത് കമൽനാഥ്, ഒരു വശത്ത് യങ് ഫേസ് ആയിട്ടുള്ള ജ്യോതിരാജ് സിന്ധ്യ, രാജസ്ഥാൻ അടുത്ത ഇലക്ഷൻ വരാൻ പോകുന്ന സ്ഥലത്താണ്. അശോക് ഗെഹ്ലോട്ട് CM ആയിരുന്ന ഇപ്പോഴത്തെ ഓപ്പോസിഷൻ ലീഡർ അശോക് ഗെഹ്ലോട്ട്, സച്ചിൻ പൈലറ്റ് ഈസ് ദയർ, അതുകൂടാതെ CP ജോഷി. എത്ര ഞാൻ എങ്ങനെയാണ് അങ്ങനെ പറയാൻ കഴിയുന്നത്? രാജസ്ഥാൻ എടുക്കും. രാജസ്ഥാൻ ഭരണം മാറുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. അതായത് അവിടെ 5 വർഷം ഭരിച്ചാൽ തുടർച്ചയായി പിന്നെ ഭരിക്കുക എന്നുള്ള അവസ്ഥ കേരളം പോലെ കാണിക്കുന്ന ഒരു സ്വഭാവമുള്ള സംസ്ഥാനമാണ്. അവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് താല്പര്യം സച്ചിൻ പൈലറ്റിനെ ആയിരിക്കും. പക്ഷെ അവിടെ മറ്റു നേതാക്കളുണ്ട്. അശോക് ഗെഹ്ലോട്ട് അദ്ദേഹത്തിന്റെ ശേഷി ഇതാ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും കാണിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായൊരു പ്ലാൻ ഇല്ലല്ലോ. രാജസ്ഥാൻ ജയിക്കണമെങ്കിൽ ആരെ മുൻനിർത്തി മുന്നോട്ട് പോകണമെന്നൊരു പ്ലാൻ നിങ്ങൾക്കില്ല. പിന്നെ എങ്ങനെയാണ്? ജ്യോതിരാദിത്യ സിന്ധ്യ ആയിരിക്കുമോ മധ്യപ്രദേശിൽ നേതാവ്, അതോ കമൽനാഥ് ആയിരിക്കുമോ? കമൽനാഥ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ തുറന്നു പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇതാണ് ഒരു പ്ലാൻ ഇല്ലല്ലോ. പ്ലാൻ ഇല്ലാത്തല്ല. ഞാനൊരു കാര്യം ഓപ്പണായിട്ട് സമ്മതിക്കാം. കോൺഗ്രസ് ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് ഇപ്പോൾ അതാണ്. കാരണം പാർട്ടി ഇപ്പോൾ ഗുജറാത്തിൽ സംഭവിച്ചത് എന്താ? ഗുജറാത്തിലെ ശങ്കർ സിംഗ് വഗേല പാർട്ടി വിടാനുള്ള കാരണം എന്താണ്? ദർ ഇസ് ഓൺലി വൺ റീസൺ. ശങ്കർ സിംഗ് വഗേലയെ ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റായി അനൗൺസ് ചെയ്യണം എന്നുള്ളതാണ് പുള്ളിയുടെ ആവശ്യം. കാരണം ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കാൻ സാധ്യത, അതിനുള്ളൊരു അന്തരീക്ഷം നിലനിൽക്കുന്നു. ജയിച്ചു വന്നാൽ പുള്ളി തന്നെ ആകുമോ എന്നുള്ള കാര്യത്തിൽ പുള്ളിക്ക് ഉറപ്പില്ല. സ്വാഭാവികമായിട്ടും പുള്ളി ആവശ്യപ്പെടുകയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കണം. അപ്പോൾ കോൺഗ്രസിന് അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല, അതുകൊണ്ട് ഇപ്പോൾ ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വ്യക്തിപരമായ അധികാരത്തെ കൊതിയുടെ പേരിൽ മാത്രമാണ് ശങ്കർ സിംഗ് വഗേല പോയത്. ആ അവസരം മുതലെടുക്കാൻ വേണ്ടി BJP ശ്രമിച്ചു. അമിത്ഷാ അടക്കമുള്ളവർ 25ഓളം MLA-മാരെ കോൺഗ്രസിൽ നടത്തിയെടുക്കുമെന്നാണ് അവകാശപ്പെട്ടത്. ശരിയാണ്. ഞാൻ ദ ടോളസ്റ്റ് ലീഡർ ഇൻ ദ സ്റ്റേറ്റ് ആലോചിച്ച് നോക്കണം. ശങ്കർ സിംഗ് വഗേല ഇന്നത്തെ അവസ്ഥയിൽ അവിടുത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഏറ്റവും ടോളസ്റ്റ് ലീഡർ ആയിരുന്ന ശങ്കർ സിംഗ് വഗേലയെ പോയപ്പോഴും കേവലം 6 MLA-മാരാണ് പാർട്ടി വിട്ടത്. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നില്ല. ഇപ്പോൾ ഇത്ര ശക്തമായിട്ട് നിൽക്കുന്ന BJP, നരേന്ദ്രമോദിയുടെ BJP, അമിത്ഷായുടെ BJP എന്നൊക്കെ പറയുന്നത്, ആ BJP-യിൽ നിന്നും ഒരു ആദിവാസി MLA കോൺഗ്രസ് വോട്ട് ചെയ്തില്ലേ? അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 14 യുവാക്കളെ മരിക്കേണ്ട സ്ഥിതി ഉണ്ടായപ്പോൾ പട്ടിദാർ സമുദായത്തെ മുഴുവൻ BJP ചെയ്ത അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്ത രീതിയിൽ പ്രതിഷേധിച്ചാണ് അത് വോട്ട് മാറ്റി ചെയ്തത്. ഞാൻ പറഞ്ഞു വന്ന അഭിലാഷേ, ഇത്ര ശക്തമായ BJP-യിൽ നിന്നും ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അല്ല, നിങ്ങൾക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി തെരഞ്ഞെടുപ്പിലേക്ക് പോകണമല്ലോ. ജയിക്കുമെന്നുള്ള തോന്നലും പ്രതീതിയുമാണല്ലോ ആദ്യം വേണ്ടത്. പഞ്ചാബിൽ അമരീന്ദർ സിംഗിന് ഞാൻ പ്രകാശ് സിംഗ് ബാദലുമായി മുട്ടുകയാണ്, ഞങ്ങൾ നേരിട്ട് മത്സരിക്കുകയാണെന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ടായിരുന്നു. അങ്ങനെ ഒരു നേതാവ് ഉണ്ടായിരുന്നു. ഗുജറാത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. ആരാണ് നയിക്കുക കോൺഗ്രസിനെ? അല്ല, ഗുജറാത്തിൽ സ്വാഭാവികമായിട്ടും ഇനി ആ ഒരു വാക്കും ഫില്ല് ചെയ്ത് വരേണ്ടതുണ്ട്. ശങ്കർ സിംഗ് വഗേല പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് മാറിയതിന് ശേഷം പാർട്ടിയിൽ അതിന് ഒരുപക്ഷെ യുക്തമായ ഒരു തീരുമാനം വെയിറ്റ് ചെയ്യും. അതിന് മുമ്പ് ഒരു കമൻറ്റ് ഞാൻ പറയുന്നത് ശരിയായിരിക്കില്ല, ആരായിരിക്കും പാർട്ടി നയിക്കാൻ പോകുന്നതെന്നല്ല. പക്ഷേ ഞാൻ പറയുന്നത് നല്ല ഗുഡ് നമ്പർ ഓഫ് ലീഡേഴ്സ് ഗുജറാത്തിൽ നിന്നുണ്ട്. പിന്നെ ആ ജാതി മത ഇക്വേഷൻസ് എല്ലാം നോക്കിയായിരിക്കും സ്വാഭാവികമായിട്ടും ഒരു തീരുമാനത്തിലേക്ക് വരിക. അതല്ലാണ്ട് പാർട്ടിക്ക് അങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്രൈസിസ് ഒരു സ്റ്റേറ്റിലും ഉണ്ടെന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് സ്റ്റേറ്റ് വേണം എടുത്ത് പരിശോധിച്ചോ, ലീഡർഷിപ്പ് ക്രൈസിസ് അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഇങ്ങനെ ഒരു പ്രചരണത്തിൽ വരുമ്പോൾ കോൺഗ്രസ് ഏത് സ്റ്റേറ്റിലാണ് ശക്തരായ നേതാക്കന്മാരില്ല. ശരി, അല്ല, കൃത്യമായ ഒരു പ്ലാൻ ഇല്ല, ആരാണ് നയിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ധാരണയില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഒരു പെട്ടെന്ന് അല്ലെങ്കിൽ അഡ്വാൻസ് ഡിക്ലെയർ ചെയ്ത് അങ്ങനെ പോകുന്ന. ശ്രീ MT രമേശ്, ഇവിടെ BJP-യെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഗുജറാത്ത് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സ്വന്തം സ്ഥലമാണ്. അഹമ്മദ് പട്ടേലിനെ തോൽപ്പിക്കുക എന്നുള്ളതിലുള്ള ഒരു സന്തോഷം അമിത്ഷായ്ക്ക് വ്യക്തിപരമായി കൂടി ഉള്ളതാണ് എന്ന് രാഷ്ട്രീയ ഉപശാലകളിൽ സംസാരമുണ്ടായിരുന്നു. സോണിയാഗാന്ധിയെ തന്നെ തോൽപ്പിക്കാം എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അധികാരമുണ്ടായിട്ട്, വലിയ രാഷ്ട്രീയ ശക്തി ഉണ്ടായിട്ട്, ഈ തന്ത്രങ്ങളൊക്കെ പയറ്റിയിട്ട് അതിന് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ മൊറയിലിന് വരുന്ന കുറവ് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? അല്ല, കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് സാങ്കേതികമല്ല അഭിലാഷേ. ഞങ്ങൾ ശ്രമിച്ചത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനാണ്. ഇപ്പോൾ അഹമ്മദ് പട്ടേൽ രാജ്യസഭയിലേക്ക് പോകുന്നോ ഇല്ലയോ എന്നതിനേക്കാൾ പ്രധാനം കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ്. അഹമ്മദ് പട്ടേൽ പകരം വേറൊരാളെ സ്ഥാനാർത്ഥിയായാലും BJP ഇതൊക്കെ ചെയ്യുമായിരുന്നു. കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം ഇത്രയൊക്കെ കോൺഗ്രസ് ശ്രമിച്ചിട്ടും വീണ്ടും അവരുടെ 2 MLA-മാർ പോയി. ഇവിടെ BJP-ക്കകത്തുന്ന ഒരു MLA അങ്ങോട്ട് പോയതിനെക്കുറിച്ച് പറഞ്ഞു. ഒരു BJP MLA കൂറുമാറി കോൺഗ്രസിന് വോട്ട് ചെയ്താൽ അത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യവും, 14 MLA-മാർ കോൺഗ്രസിന് ഇങ്ങോട്ട് വന്നാൽ അത് ചാക്കിടലുമാണ് എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ്? യുക്തി രണ്ടും ഒരു വരണം. BJP MLA അങ്ങോട്ട് പോകുന്നത് അതാണ്, അതും കുതിര കച്ചവടമാണ്. കോൺഗ്രസ് പൈസ കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ അതൊരു ഇരട്ടത്തപ്പാണ്. ആ ഒരു സമീപനം ശരിയല്ല. രാഷ്ട്രീയ പാർട്ടികൾ MLA-മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. അത് പൊതുവായിട്ട് നാം ചിന്തിക്കേണ്ടതാണ്. അത് സംഘടനാപരമായ ദൗർബല്യം. ഞങ്ങളുടെ ഒരു MLA പോകുന്ന സമയത്ത് ഞങ്ങളതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ ദൗർബല്യമുണ്ട്.
ആ ദൗർബല്യം ഞങ്ങൾക്ക് മനസ്സിലായി, അത് പരിഹരിക്കുക തന്നെ ചെയ്യും. അത് ഞങ്ങൾ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ. ഞങ്ങളുടെ ഒരു MLA കോൺഗ്രസിനെ വോട്ട് ചെയ്തതിനെ ഞങ്ങൾ കോൺഗ്രസിനെ ഈ നിമിഷം വരെ കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ. അവനവൻ്റെ ദൗർബല്യത്തിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് ആത്മവിശ്വാസമില്ലായ്മയാണ്. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം, കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം അത് കഴിവുകെട്ടവരാണ് എന്ന് ഞങ്ങളല്ല പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്കത് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളെങ്ങനെയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തെക്കുറിച്ച് പറഞ്ഞത്? പക്ഷേ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെ പറയുകയാണ്. നേരത്തെ അഭിലാഷ് തന്നെ ചൂണ്ടിക്കാണിച്ച ജയറാം രമേശിൻ്റെ അഭിപ്രായമുണ്ട്, ഒരു അസ്തിത്വ പ്രതിസന്ധി കോൺഗ്രസിനെ നേരിടുന്നു. ആ അസ്തിത്വ പ്രതിസന്ധി എന്താണെന്ന് കോൺഗ്രസ് പരിശോധിക്കട്ടെ. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഒറ്റപ്പെടുന്നത് പരിശോധിക്കട്ടെ. പിന്നെ നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീ ചെക്കൂട്ടി ഇവിടെ പറഞ്ഞു, ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ്. ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വോട്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ജനം BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്താൽ അത് മറ്റു പല കാരണത്തിൻ്റെയും പേരിലും, ജനം BJPക്ക് എതിരായിട്ട് വോട്ട് ചെയ്താൽ അത് ജീവിതാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയരുത്. ജനം BJPക്ക് വോട്ട് ചെയ്യുമ്പോഴും പറയണം, 2019 ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് BJP വർദ്ധിതമായിട്ടുള്ള ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ചു വരുമെന്ന്. അങ്ങനെ വരുമ്പോൾ പറയണം നിങ്ങളെല്ലാവരും അത് ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അന്നും പറയാൻ തയ്യാറാവണം. ശരി, ശ്രീ NP ചെക്കുട്ടി, കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ സംഘടനയുടെ കഴിവുകേട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒട്ടനവധി സംഭവങ്ങൾ ഈ അടുത്ത കാലത്തുണ്ടായിരുന്നു. ഞാൻ ഈ ചർച്ചയിൽ തന്നെ സൂചിപ്പിച്ചതാണ്. ഗോവയിൽ അവർ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുന്നു, മണിപ്പൂരിൽ അവർ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുന്നു. മണിപ്പൂർ പോലെയുള്ള സംസ്ഥാനത്തൊക്കെ അതുവരെ BJPയെ സംബന്ധിച്ച് വളരെ നാമമാത്രമായിട്ടുള്ള സാന്നിധ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടങ്ങളിലൊക്കെ സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസിനല്ല BJPക്കാണ് കഴിയുന്നത് എന്ന അവസ്ഥ വന്നു. അതുപോലെ തന്നെ പല വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും മറ്റു പാർട്ടികൾ, കോൺഗ്രസിലെ നേതാക്കളൊക്കെ കൂട്ടത്തോടു കൂടി BJPയിൽ ചേരുന്നു. പ്രമുഖ സംസ്ഥാനങ്ങളിൽ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കൾ BJPക്കാരായി മാറുന്നു. അങ്ങനെ ഒരു വല്ലാത്ത അപ്രമാദിത്വത്തിലേക്ക് കേന്ദ്ര ഭരണകക്ഷി പോകുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോഴാണ് ഗുജറാത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വ്യത്യസ്തമായ തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി സ്വീകരിക്കാൻ അവിടെ കോൺഗ്രസിന് കഴിയുന്നത്. അപ്പോൾ കോൺഗ്രസ് ഇതുവരെ സ്വീകരിച്ചുകൊണ്ടിരുന്ന തണുപ്പൻ സമീപനം മാറ്റി ഇങ്ങോട്ടെങ്ങനെയാണോ അങ്ങോട്ടും അതുപോലെ എന്നുള്ളൊരു തന്ത്രം സ്വീകരിച്ചു എന്ന് ഈ ഒരു സംഭവം കൊണ്ട് നമുക്ക് കരുതാനാകുമോ? അത് ഗുജറാത്തിലൊരു വിഷയം മാത്രം നമ്മൾ കാണേണ്ടതില്ല. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കോൺഗ്രസ്സിന് വലിയ തരത്തിലുള്ള പിഴവുകൾ പറ്റിയിട്ടുണ്ട്. അത് പിഴവുകൾ പറ്റാനുള്ള പല കാരണങ്ങളിലൊന്ന് സംഘടനാ ലീഡർഷിപ്പിലുണ്ടായിരിക്കുന്ന ഒരു വ്യവസ്ഥയുടെ അന്തരീക്ഷമാണ്. ലീഡർഷിപ്പിന് ആരാണ് ലീഡർ എന്ന് അറിയാത്തൊരവസ്ഥയുണ്ട്. മാത്രമല്ല ലീഡർ രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം പകുതി ദിവസങ്ങളിൽ ചില സമയത്ത് അദ്ദേഹം അപ്രത്യക്ഷനാവും. അപ്പോൾ രാഷ്ട്രീയമായിട്ട് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കുന്നതിൽ പലപ്പോഴും രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടിട്ടുണ്ട്. അതിനർത്ഥം കോൺഗ്രസ് ഒരു രാഷ്ട്രീയമായിട്ട് പരാജയപ്പെട്ട സംഗതി. പക്ഷേ വലിയ ശക്തി ഡിറ്റർമിനേഷൻ കാണിക്കേണ്ട സമയത്ത് കാണിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, BJP കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും BJP രാഷ്ട്രീയമായിട്ട് അവരുടെ എന്താ പറയുക ജനാധിപത്യ ബോധത്തെക്കുറിച്ച് പറയുമെങ്കിലും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവർ ചെയ്തിട്ടുള്ളതാണ്. അരുണാചൽ പ്രദേശിൽ അവരെന്താ ചെയ്തത്, ഉത്തരാഖണ്ഡിൽ അവരെന്താ ചെയ്തത്, അവിടെയൊക്കെ തന്നെ അവർ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്. അതേ തരത്തിലുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം അവർ നടത്തിയിരിക്കുന്നത്. അപ്പോൾ BJP സമീപകാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ എന്ന് പറയുന്നത് രാഷ്ട്രീയമായ നീക്കങ്ങളല്ല, മറിച്ച് ഭരണത്തിൽ അവർക്കുള്ള സ്വാധീനവും ഗവർണർമാരുടെ മേൽ അവർക്കുള്ള നിയന്ത്രണവും എല്ലാം വെച്ചുകൊണ്ട് കോൺഗ്രസിനെ വലിയ തോതിൽ ദുർബലപ്പെടുത്തുന്നതിന് അവർ ശ്രമിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ശ്രമങ്ങളിൽ അവർ ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട്. ആ നേട്ടങ്ങൾ പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നതല്ല. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷം വരുമ്പോൾ, ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷം വരുമ്പോൾ ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള എന്താ പറയുക വേലകൾ കൊണ്ട് ഒരു പാർട്ടിക്കും ജയിക്കാൻ കഴിയില്ല. നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, രമേശിനോട് പൂർണ്ണമായി യോജിപ്പുണ്ട്. എന്താണ് 2014 എന്തുകൊണ്ട് നരേന്ദ്രമോദി വിജയിച്ചു? അന്ന് നരേന്ദ്രമോദി ജനങ്ങൾക്ക് ചില പ്രതീക്ഷകൾ നൽകിയിരുന്നു. അതിന് മുമ്പുണ്ടായിരുന്ന സർക്കാർ ജനങ്ങൾ അങ്ങേയറ്റം വെറുത്തൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. ആ അന്തരീക്ഷത്തിലാണ് 2009 ഭരണത്തിൽ വന്ന സർക്കാർ ജനങ്ങൾക്ക് നൽകിയ പ്രതീക്ഷകൾ നടപ്പിലാക്കിയില്ലെന്ന് മാത്രമല്ല അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു. ആ അന്തരീക്ഷത്തിലാണ് നരേന്ദ്രമോദി വന്നത്. നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു വലിയ വട്ടപൂജ്യമായിട്ടാണ് നിൽക്കുന്നത്. മാത്രമല്ല അധികാര വ്യവസ്ഥയെ അനാവശ്യമായി ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ആ സർക്കാർ പോയിട്ടുണ്ട്. അത് വളരെ ആപൽക്കരമായൊരു സൂചനയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയമായ അടിത്തറയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഭരണപരമായ തന്ത്രങ്ങളിലേക്ക് മാറുന്ന ഈ അവസ്ഥ വളരെ വളരെ എന്താ പറയുക ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ചില സിഗ്നലുകളാണ് നൽകുന്നത്. ഇതാണ് എനിക്ക് BJP ലീഡർഷിപ്പിനോട് പറയാനുള്ളത്. ശരി, ശ്രീ മാത്യു കുഴൽനാടൻ, ഇന്നലെ കോൺഗ്രസ് കാണിച്ച വീര്യത്തെ പലരും അത്ഭുതത്തോടു കൂടിയാണ് നോക്കിയത്.
മുൻപ് പല സന്ദർഭങ്ങളിലും ഇത് കാണിച്ചിരുന്നുവെങ്കിൽ കാര്യങ്ങൾ പലതും ഇങ്ങനെയാകുമായിരുന്നില്ല എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. ഇന്ന് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ 75ാം വാർഷികവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ ആ വിഷയം പ്രത്യേകമായി പരിഗണിക്കുമ്പോൾ സോണിയാഗാന്ധിയാണ് അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പറയേണ്ട വാചകങ്ങൾ തന്നെ സംഘപരിവാറിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ പറയുന്നത്. സോണിയാഗാന്ധി പറഞ്ഞതിൽ തെറ്റുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴും കോൺഗ്രസിന് സോണിയാഗാന്ധിയെ വേണ്ടി വരുന്നു. അവർക്ക് ശാരീരിക അവശതകളും അസുഖങ്ങളുമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് സോണിയാഗാന്ധിക്ക് ശേഷം പ്രളയം എന്നുള്ള അവസ്ഥ ഉണ്ടോ? കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവ് ഇതേമാതിരി ഡെലിവർ ചെയ്തിരുന്നു എങ്കിൽ കാര്യങ്ങൾ മറ്റൊന്നാകുമായിരുന്നില്ലേ? ഈ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഇതേ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇതേ സ്റ്റോറി ഇതിനു മുമ്പ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇന്ദിരാഗാന്ധി രാഷ്ട്രീയത്തിൽ വന്ന സമയത്ത് ഇന്ദിരാഗാന്ധി ഫേസ് ചെയ്ത അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ ഉപയോഗിച്ച ഏറ്റവും വലിയ തന്ത്രം എന്താണെന്ന് അറിയും? ജയപ്രകാശ് നാരായണനടക്കം ഇന്ദിരാഗാന്ധി എന്തെങ്കിലും സംസാരിക്കാൻ എണീറ്റാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഗൂങ്കി ഗുഡിയ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഊമയായ പാവക്കുട്ടി എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധി അധിക്ഷേപിച്ച് ഇന്ദിരാഗാന്ധി ദുർബലയാണ്, ഇന്ദിരാഗാന്ധിക്ക് കരുത്തില്ല, ശക്തിയില്ല, കോൺഗ്രസിന് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്ന നിലയിലുള്ള ഇതുപോലെ വലിയൊരു പ്രചരണം ആ സമയത്തുണ്ടായി. അതിനുശേഷം നിങ്ങൾ ആലോചിച്ച് നോക്ക്, കോൺഗ്രസിന് പിന്നീട് ഒരു ദൗർബല്യം വന്ന സമയം എപ്പോഴാണ്? സീതാറാം കേസരി കഴിഞ്ഞ് അല്ലെങ്കിൽ BJP അധികാരത്തിൽ വന്ന് കോൺഗ്രസ് വന്ന് സോണിയാഗാന്ധി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ഓർക്കുന്നില്ലേ? എന്ത് വലിയ ഇതായിരുന്നു. സോണിയാഗാന്ധി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ പാർട്ടിയിലെ ഏറ്റവും പ്രബലരായ നേതാക്കന്മാർ ആ വിഷയം പറഞ്ഞ് പാർട്ടി വിടുകയാണ്. ശരത് പവാർ അടക്കം. ശരത് പവാർ എന്ന് വെച്ചാൽ നമ്പർ 2 ആണ്. നമ്പർ 2 അടക്കമുള്ളവർ പാർട്ടി വിട്ടിട്ട് പറഞ്ഞു ഇവരെ അംഗീകരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇവർ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് വിദേശിയാണ്, ഒരു കാരണവശാലും ജനം അംഗീകരിക്കാൻ പോകുന്നില്ല, കോൺഗ്രസ് ഒരു വിദേശി തുടങ്ങിയ പ്രസ്ഥാനം, വിദേശി തന്നെ ഇത് പിരിച്ചുവിടും. BJP എന്തോ ഓവർ കോൺഫിഡൻസിലായിരുന്നു. ഒരു രാഷ്ട്രീയ മര്യാദയില്ലാതെ ഒരു വിധവയായിരുന്ന ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ എന്തൊക്കെ രാഷ്ട്രീയ തേജോവധമാണ് സോണിയാഗാന്ധിയോട് ചെയ്തത്. പക്ഷേ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ കോൺഗ്രസ് ഉയർന്നു വന്ന് 10 വർഷം ഈ പാർട്ടിയെ നയിച്ച് അധികാരത്തിൽ നിർത്തിയത് സോണിയാഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി പൊളിറ്റിക്സ് നോട്ട് എ ബിഗ് ടൈം. ഞാൻ പറഞ്ഞു രാഹുൽ ഗാന്ധി ഒളിച്ചോടി എങ്ങും പോകാനൊന്നും പോകുന്നില്ല. ഉത്തരവാദിത്തങ്ങൾ ഏൽക്കുന്നില്ലല്ലോ. ഇന്ദിരാഗാന്ധി ഉത്തരവാദിത്തങ്ങൾ ഏൽക്കാൻ വിസമ്മതിച്ചിട്ടുണ്ടോ? സോണിയാഗാന്ധി തന്നെ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി ഏറ്റു. സീതാറാം കേസരിയെ പകുതിക്ക് വെച്ച് മാറ്റി സോണിയാഗാന്ധി വന്നില്ലേ? അതുപോലെ രാഹുൽ ഗാന്ധി എത്ര വർഷമായി അദ്ദേഹം ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞാൻ പോരാടാം എന്നുള്ളൊരു മനോഭാവം കാണിക്കണ്ടേ? അതിൻ്റെ അകത്ത് അതിനൊക്കെ ഒരു ടൈമുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കുന്ന ഒരുപക്ഷെ ഇപ്പോൾ ഇങ്ങനെ ചെയ്യണം, ഇന്ന പോലെ ചെയ്യണം, ഇതാണ് ഇതിൻ്റെ റൈറ്റ് ടൈം എന്നൊരു പക്ഷേ വ്യൂ അഭിലാഷനുണ്ടാവും, അല്ലെങ്കിൽ എനിക്കുണ്ടാവും, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഉണ്ടാവും. പക്ഷേ അങ്ങനെ ആയിരിക്കില്ല. ഒരു കോമൺ വ്യൂ അതായിരിക്കില്ല. കോൺഗ്രസിൻ്റെ ഒരു കൺസെൻസും അല്ലെങ്കിൽ പൊതുവെ ഒരു ഇതുള്ള ഇപ്പോൾ ലീഡർഷിപ്പ് ചലഞ്ച് ആണെങ്കിൽ ശരിയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ഒരു വിഭാഗം ആളുകൾ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അധ്യക്ഷനാവാൻ ശ്രമിക്കുന്നു, അധ്യക്ഷന് എതിർപ്പ് വരുന്നു. എവറിബഡി ആസ്ക് ഹിം ടു ബി ദ പ്രസിഡന്റ്, ബട്ട് ഹി ബിലീവ്സ് ദാറ്റ് ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് ടൈം. അദ്ദേഹം കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ അതുണ്ടാക്കുന്ന ഒരു നിരാശയുണ്ടല്ലോ. ജയറാം രമേശിന് അറിയില്ല എപ്പോഴാണ് രാഹുൽ ഗാന്ധി പ്രസിഡന്റ് ആവുക എന്ന്. താങ്കൾക്ക് അറിയില്ല, AK ആന്റണിക്ക് അറിയില്ല, ആർക്കും അറിയില്ല. അവർ കുറെ കാലമായി പ്രതീക്ഷിക്കുന്നു അടുത്ത സെഷനിൽ അല്ലെങ്കിൽ ഇനി ഒരു AICC പ്രത്യേക സമ്മേളനം ചേർന്ന് രാഹുൽ ഗാന്ധി പ്രസിഡന്റ് ആകുമായിരിക്കുമെന്ന്. ആകുന്നില്ല. എന്തുകൊണ്ടാണ് ആകാത്തത്? അദ്ദേഹത്തിന് സമ്മതമല്ലാത്തതുകൊണ്ടാണ് ആകാത്തത്. അല്ല അഭിലാഷ്, ഇതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷം ഈ പാർട്ടിക്ക് അധികാരം ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി കേന്ദ്രമന്ത്രിയോ ഈവൻ പ്രധാനമന്ത്രിയോ ഉപപ്രധാനമന്ത്രിയോ ആകണമെന്ന് പാർട്ടിക്കകത്ത് പലരും പറഞ്ഞാണ്. ഹി വാസ് നോട്ട് ഇൻ എ ഹറി. ഞാനിങ്ങനെ ആരാണ് ആഗ്രഹിക്കാത്തത്? ഇന്ത്യ പോലെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാവാൻ ആരാണ് ഈ ലോകത്ത് ആഗ്രഹിക്കാത്തത്? രാഹുൽ ഗാന്ധിക്ക് സാധ്യമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞ ഒരാളെ ഒരു ആംഗിൾ മാത്രം നിങ്ങൾ കാണാൻ ശ്രമിക്കരുത്. രാഹുൽ ഗാന്ധിയുടെ അപ്രോച്ച് അതാണ്. ഹി ഈസ് നോട്ട് ഇൻ എ ഹറി, അല്ലെങ്കിൽ പുള്ളി ഒരു അധികാര കൊതിയുള്ള ആളല്ല, നമ്മൾ വിചാരിക്കുന്ന ഒരു കൺവെൻഷണൽ പൊളിറ്റിക്സിൻ്റെ ഫ്രെയിം വർക്കിൽ വരുന്ന ആളല്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അടുത്തൊരു ജനറേഷനിലേക്ക് ഒരുപക്ഷെ ഇതുപോലെ അധികാര കൊതി ഇല്ലാത്ത കുറച്ചുകൂടി താങ്കൾ വ്യാഖ്യാനിക്കുന്നത്. ശ്രീ MT രമേശ്, ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പല സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അതിപ്പോൾ മുൻപ് നരേന്ദ്രമോദി 2014 വരുന്നതിന് തൊട്ട് മുൻപുള്ള സാഹചര്യമല്ല പല സംസ്ഥാനങ്ങളിലും എന്നുള്ള പ്രത്യേകത ഉണ്ട്. ഗുജറാത്തിൽ പോലും അങ്ങനെയല്ല. അതുകൊണ്ട് വളരെ എളുപ്പമായിരിക്കും, ഞങ്ങൾ ഈ കഴിഞ്ഞ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ജയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയും അങ്ങനെ ആയിരിക്കുമെന്നൊക്കെ പറഞ്ഞ് BJPക്ക് ഇരിക്കാൻ സാധിക്കുമോ? ഒന്ന്, ഞാനത് ആ രാഷ്ട്രീയ ചോദ്യത്തിൽ വരുന്നതിന് മുമ്പ് നേരത്തെ മാത്യു കുളനാട് ഇവിടെ പറഞ്ഞു രാഹുൽ ഗാന്ധി തീരുമാനിക്കും അദ്ദേഹം എപ്പോൾ പ്രസിഡന്റ് ആവണമെന്ന്. എനിക്ക് അത്ഭുതം തോന്നുന്നത്, ഒരു പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത് മാത്യു? രാഹുൽ ഗാന്ധി എപ്പോൾ പ്രസിഡന്റ് ആവണം? രാഹുൽ ഗാന്ധിയുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണോ? കോൺഗ്രസ് പാർട്ടി അല്ലല്ലോ. അങ്ങനെ ആവുന്നത് കൊണ്ടാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. ഒരു കുടുംബത്തിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയായിട്ട് നിങ്ങളൊരു പാർട്ടിയെ കൊണ്ടെത്തിച്ചാൽ, കോൺഗ്രസ്സിൽ ഒരുപാട് നേതാക്കന്മാരോട് എനിക്ക് തർക്കമില്ല,
നല്ല നേതാക്കന്മാർ ഒരുപാടുണ്ട്. പക്ഷേ ആ നേതൃത്വത്തിനൊക്കെ ഒരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറത്ത് ആ പരിധി ലംഘിച്ച ഒരാളായിരുന്നു നരസിംഹറാവു. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഗതി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. മൻമോഹൻ സിംഗ് ആയത് ആ പരിധിക്കകത്തു നിന്നുകൊണ്ടാണ്. പരിധി ലംഘിക്കാൻ ഒരിക്കലും അദ്ദേഹം തയ്യാറായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുക. ജയറാം രമേശ് മാത്രമല്ല, എല്ലാവരും പറയുന്നു അടുത്ത ഡിസംബർ പ്രസിഡന്റ് ആകും. കോൺഗ്രസ് പാർട്ടിക്ക് അവരുടെ പ്രസിഡൻ്റായിട്ട് ആര് വരണം എന്ന് തീരുമാനിക്കാറായിട്ടില്ല. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ജാതകപ്രകാരം അദ്ദേഹം തീരുമാനിക്കും എപ്പോഴാണ് എൻ്റെ സമയം. അത് ഒരു രാജാവ് വരിയിട്ട് വാഴ്ച നടത്തുന്ന പോലെയുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ ആക്ഷേപിക്കുന്നത്. ഇത് കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്, അവരുടെ അവകാശമാണ്. ഞാനതിനെ കുറ്റം പറയുന്നില്ല. രണ്ടാമത്തെ കാര്യം ബഹുമാനപ്പെട്ട ശ്രീ ചേക്കോട്ടി ഇവിടെ പറഞ്ഞു, 3 വർഷത്തെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് വട്ടപൂജ്യമാണ്. അങ്ങനെ പറയുക? ജനം വട്ടപൂജ്യമായൊരു സർക്കാരിന് വോട്ട് ചെയ്യുമോ? നിങ്ങൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഷയങ്ങളാണ് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചത്. സംസ്ഥാന വിഷയങ്ങൾ മാത്രമല്ല. നരേന്ദ്രമോദി ക്യാമ്പയിൻ നടത്തുമ്പോൾ നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള എല്ലാ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നടത്തി. എന്നിട്ടും ജനം BJPക്ക് വോട്ട് ചെയ്തത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് വട്ടപൂജ്യമല്ലാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ കാര്യം, ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പും ലാഘവത്തോടുകൂടി ജയിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്ന പാർട്ടിയല്ല. ഇപ്പോൾ BJPക്ക് നല്ല സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലൊക്കെയാണ് തെരഞ്ഞെടുപ്പ്. ആ ഓരോ തെരഞ്ഞെടുപ്പും ഗൗരവത്തോടു കൂടിയാണ് ഞങ്ങൾ കാണുന്നത്. BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ കഴിഞ്ഞപ്പോൾ 100-ലേറെ ദിവസമായിട്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും താഴത്തെ പ്രവർത്തകന്മാരെ കണ്ടുകൊണ്ട് പാർട്ടിയെ റീവാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഓരോ മധ്യപ്രദേശിലാവട്ടെ, രാജസ്ഥാനിലാവട്ടെ, ഏറ്റവും അടുത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്ന കർണാടകയിലാവട്ടെ, ഇവിടെയൊക്കെ തന്നെ ഇവർ ഈ വരാൻ വേണ്ടി പോകുന്ന 4 ദിവസം അമിത്ഷാ പാർട്ടി അഖിലേന്ത്യാ പ്രസിഡന്റ് കർണാടകത്തിലാണ്. അപ്പോൾ ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പും ലാഘവത്തോടു കൂടിയല്ല കാണുന്നത്. ഞങ്ങൾക്ക് സ്വാധീനമുണ്ടായാലും ഇല്ലെങ്കിലും ഞങ്ങളുടെ പാർട്ടിയുടെ സംഘടനാ സംവിധാനം ബലപ്പെടുത്തുകയും രാഷ്ട്രീയ നിലപാടുകൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും. ഒരു തെരഞ്ഞെടുപ്പ് വിജയം കൊണ്ട് എല്ലാമായി എന്ന് വിശ്വസിക്കുന്ന പാർട്ടിയല്ല. ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം ജയിക്കുമെന്ന വിശ്വാസമില്ല. ഓരോ തെരഞ്ഞെടുപ്പും ഒരു പരീക്ഷണമായിട്ട് കാണുന്ന പാർട്ടിയാണ് BJP. ശ്രീ NP ചേക്കുട്ടി, ഈ രാഷ്ട്രീയ കാലാവസ്ഥ കൂടി വളരെ പ്രധാനമാണല്ലോ. എങ്ങനെ ആണ് ഈ മൂഡ് ഉണ്ടാക്കപ്പെടുന്നത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കൂ, ജനതാദൾ യുണൈറ്റഡ് 2014 NDAക്കൊപ്പം ഇല്ലാതിരുന്ന ആളുകളാണ്. അവർ 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും NDA പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നു. AIADMK ഏതാണ്ട് ആ വഴിയിലാണ് എന്ന സൂചനയാണ് തമിഴ്നാട്ടിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അവരുടെ പാർട്ടി തന്നെ പല കക്ഷണങ്ങളായി പിളർന്നു കഴിഞ്ഞിരിക്കുന്നു. NCP ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂട്ടി വായിച്ചാൽ NCPക്ക് അധികകാലമൊന്നും കോൺഗ്രസിൻ്റെ പക്ഷത്ത് നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ ഇതര കക്ഷികളൊക്കെ BJP പക്ഷത്തേക്ക് ചായുകയോ അവരോടൊന്ന് അനുഭവം പ്രകടിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന 2019 നരേന്ദ്രമോദിയെ സംബന്ധിച്ചൊരു വാക്ക് ഓവർ പോലെ തോന്നിക്കുന്ന ഒരവസ്ഥയല്ലേ രാജ്യത്തുള്ളത്? അങ്ങനെ ഒരു അമിത പ്രതീക്ഷയും അമിതമായിട്ടുള്ള പ്രതീതി അന്തരീക്ഷവുമാണ് BJPയെ വലിയ തോതിലൊരു തകർച്ചയിലേക്ക് നയിക്കാനിടയുള്ളത്. കാരണം ഞങ്ങൾക്ക് എതിരാളികൾ ഈ രാജ്യത്തില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്തരീക്ഷം പരിപൂർണമായിട്ട് ഞങ്ങൾക്ക് അനുകൂലമാണ്. അതുകൊണ്ട് വളരെ സുഖകരമായിട്ടൊരു അന്തരീക്ഷമാണ് എന്ന ഒരു തോന്നൽ ഉണ്ടാവുകയാണെങ്കിൽ 2004 ഈ ഇന്ത്യ ഈസ് ഷൈനിങ് എന്ന് പറയുന്ന ആ പഴയ ഒരു മുദ്രാവാക്യത്തിൻ്റെ അതിൻ്റെ ഒരു അർത്ഥശൂന്യത നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ കേരളത്തിൽ നിന്ന് ഡൽഹി വരെ യാത്ര ചെയ്യുന്ന സാധാരണക്കാരനായിട്ടുള്ള ഏത് തീവണ്ടി യാത്രക്കാരനും അറിയാം ഇന്ത്യയിൽ ഒരു ഷൈനിങ്ങും ഇല്ല. ആ സമയത്ത് രാജ്യത്തെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് ഏത് മനുഷ്യനും കണ്ടാലറിയാം. ആ സമയത്ത് അവരെന്ത് പറഞ്ഞു? ഇന്ത്യ തിളങ്ങുകയാണെന്ന്. തിളങ്ങുന്നുണ്ടായിരുന്നു എവിടെ? പാർലമെന്റിന് ചുറ്റുമുള്ള MP-മാരും മന്ത്രിമാരും ഒക്കെ താമസിക്കുന്ന ചില പ്രദേശങ്ങളിലും പിന്നെ ഇവർക്കൊക്കെയുള്ള കച്ചവടക്കാരും അവരുടെ ബന്ധുക്കളും ഒക്കെ നിൽക്കുന്ന ഗുഡ്ഗാവ് പോലുള്ള ചില പ്രദേശങ്ങളിലും തിളക്കുണ്ടായിരുന്നു. പക്ഷെ മറ്റൊരു സ്ഥലത്തും തിളക്കുണ്ടായിരുന്നില്ല, ഗ്രാമങ്ങളിൽ തിളക്കുണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു അന്തരീക്ഷം BJPയുടെ ഭാഗത്തേക്ക് ആൾ വരുന്നു. അധികാര കൊതിയന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ വരുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ജയലളിതയ്ക്ക് ശേഷമുള്ള അന്തരീക്ഷം എന്താണ്. പണത്തിന് വേണ്ടിയുള്ള കച്ചവടം നടക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ കിട്ടിക്കഴിഞ്ഞാൽ BJPക്ക് എന്ത് ഗുണം കിട്ടുമെന്ന് എനിക്കറിയില്ല. പിന്നെ ആ ഒരു അന്തരീക്ഷം അധികാരക്കൊതിയുടെ പേരിൽ ആളുകൾ വരുന്നത് എത്രത്തോളം BJPയെ സഹായിക്കുന്നു അവരാണ് ആലോചിക്കേണ്ടത്. ഞാൻ കാണുന്ന 3 വിഷയങ്ങൾ 3 പ്രശ്നങ്ങളിലാണ് BJP പ്രധാനമായിട്ട് ജനങ്ങളോട് ഉത്തരം പറയേണ്ടി വരിക. തൊഴിൽ രംഗത്ത് അവർ എന്ത് നേട്ടം ഉണ്ടാക്കി? അവർ പറഞ്ഞു 2 കോടി തൊഴിൽ
പുതുതായിട്ട് ഓരോ വർഷവും ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, 5 വർഷം കൊണ്ട് അവർ കാർഷിക രംഗത്ത് അവരുടെ കർഷകന്റെ എന്താ പറയുക സമ്പത്ത്, അതിൻ്റെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ കാർഷിക രംഗത്ത് വരുമാനം കുറയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സാമ്പത്തികമായ വളർച്ചയുടെ രംഗത്ത് അവർ പറഞ്ഞ പ്രതീക്ഷിച്ചതിൽ നിന്ന് വളരെ ശക്തമായ തിരിച്ചടിയാണ് വന്നിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ജനങ്ങളുടെ അനുഭവങ്ങളോട് BJPക്ക് ഒരു മറുപടി പറയാൻ കഴിയുക? ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളെ അവരെങ്ങനെയാണ് മറച്ചു വയ്ക്കാൻ കഴിയുക? ഈ തരം കാര്യങ്ങളെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ ഒരു വലിയ പബ്ലിസിറ്റി ഇമേജ് ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും കുറേ പബ്ലിസിറ്റി PR ആളുകളെ വെച്ചുകൊണ്ട് മാത്രം ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ കോളേജ് റേഞ്ചിലോ നടക്കും. ചെറിയ അത് BJP പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളും BJP 5 വർഷം ഭരിക്കുന്ന കാര്യങ്ങളും പ്രതിപക്ഷ പാർട്ടികൾ ജനങ്ങളോട് പറയട്ടെ. തിരിച്ച് ഞങ്ങളും പറയും, ഒരു ജനം തീരുമാനിക്കട്ടെ. നിങ്ങൾ പറയുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് വട്ടപൂജ്യമാണോ അല്ലയോ എന്ന് ജീവിതാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനം തീരുമാനിക്കട്ടെ. ഇതുവരെയുള്ള അനുഭവം, അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദിയോടൊപ്പമാണ് അവർ എടുത്തത്. 2018-ലും 2019-ലും ഒക്കെ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ അത് പറയട്ടെ, ജനം എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്ന് നമുക്ക് പറയാം. നമ്മളിവിടെ മുൻവിധിയോടുകൂടി പറയണ്ടല്ലോ. ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിച്ചത്. ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ ഞാൻ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു 2004 ഞങ്ങൾ തോറ്റു, കറക്റ്റ്. പക്ഷേ 2004 ഞങ്ങളെ തോൽപ്പിച്ചത് ഗ്രാമീണ ഭാരതമാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു മുതിർന്ന പത്രപ്രവർത്തകനാണ്. ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നത് 2014 റിസൾട്ട് നിങ്ങളൊന്ന് പരിശോധിക്കുക. BJP ജയിച്ചത് എവിടെയാണെന്ന്. BJP ജയിച്ചത് മുഴുവൻ ഗ്രാമീണ ഭാരതത്തിലാണ്. ഗ്രാമീണ നിങ്ങൾ പരിശോധിച്ചോ. ഞാൻ അതിന്റെ ചൂണ്ടിക്കാണിക്കാം. അന്ന് ഈ 2004-ലും BJP ഗംഗാ സമതലത്തിലെ പാർട്ടിയായിരുന്നു. അന്ന് നോർത്ത് ഈസ്റ്റിൽ BJP ഉണ്ടോ? സൗത്തിലേക്ക് കർണാടകയിൽ പോലും BJPക്ക് അത്ര വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. എക്സാമ്പിൾ പറയാം. അതിന്റെ പെട്ടെന്ന് പറയാവുന്ന എക്സാമ്പിൾ, കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റ് ജയിച്ച എവിടെ നിന്നാണ്? 32 സീറ്റ് ആന്ധ്രയിൽ നിന്നാണെന്ന് ജയിച്ചത്. അതിനുശേഷം വലിയൊരു സീറ്റ് പുതിയതായി ജയിച്ച എവിടെ നിന്നാണ്? 20 സീറ്റ് UP എന്നാണ് ജയിച്ചത്. ഞാൻ പറഞ്ഞു ഇതെല്ലാം. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന് ഞാൻ പറഞ്ഞത് അന്ന് കോൺഗ്രസിന് ഞാനും രമേശിനോട് എതിർക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഇറ്റ്സ് എ ഫാക്ട്. ഐ മീൻ അന്ന് അപ്രതീക്ഷിതമായി കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞത് ഗ്രാമീണ മേഖലകളിലാണ്. ഞാൻ പാർട്ടിയിലെ ഇന്റേണൽ റിവ്യൂവും ഇന്റേണൽ ഡിസ്കഷനും ഒക്കെ ഞാൻ ആന്ധ്ര, മഹാരാഷ്ട്ര, രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അന്നൊരു പ്രധാനപ്പെട്ട ശക്തിയായിരുന്നു. പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷം ഒരു വലിയ ശക്തിയായിരുന്നു. ഞാൻ പറയുന്നത് ആ കാലഘട്ടം പോയില്ലേ? ഞാൻ പറഞ്ഞു ഇപ്പൊ രമേശ് പറഞ്ഞ 2004 കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. അന്ന് BJP വിരുദ്ധ വോട്ട് കോൺഗ്രസിന് ലഭിച്ചത് ഗ്രാമീണ ഭാരതത്തിൽ നിന്നാണ് എന്നത് ഒരു ഫാക്ട് ആണ്. അത് നമ്മൾ നിശ്ചയിച്ചത്. അത് നമ്മൾ അനാലിസിസ് ചെയ്ത് നിങ്ങൾക്ക് ഗ്രാമീണ ഭാരതത്തിന്റെ വോട്ട് ലഭിച്ചില്ല എന്നല്ല എൻ്റെ പോയിന്റ്. ഞങ്ങൾക്ക് കിട്ടിയ സീറ്റുകളുണ്ടല്ലോ, ആ കിട്ടിയ സീറ്റിൽ ഒരു 65-70% ഗ്രാമീണ ഭാരതത്തിന്റെ സീറ്റാണ്. അപ്പൊ ഗ്രാമീണ ഭാരതം ഞങ്ങളെ കൈയൊഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താർത്ഥമാണ്? ഞങ്ങൾ തോറ്റിട്ടുണ്ട്, ഞങ്ങൾ തോറ്റു, അത് സമ്മതിച്ചല്ലോ. നിങ്ങളെ ഗ്രാമീണ ഭാരതം സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞില്ല. ഗ്രാമീണ ഭാരതത്തിൽ, അതായത് അദ്ദേഹം നേരത്തെ പറഞ്ഞത് ഗ്രാമങ്ങളിലെ ജനങ്ങൾ മുഴുവനും BJP കൈയൊഴിഞ്ഞു. അത് വസ്തുതാപരമല്ല. നമുക്ക് എന്തായാലും 2004 സാഹചര്യമല്ല 2014 ഉണ്ടായത്. 2019 എന്താണ് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയില്ല. എന്തായാലും ഗുജറാത്ത് ഒരു പരീക്ഷണശാലയാവുകയാണ്. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അത് എങ്ങനെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആകുമെന്ന് നമുക്ക് കാത്തിരിക്കാം. വളരെ നന്ദി ശ്രീ MT രമേശ്, ശ്രീ മാത്യു കുഴൽനാടൻ, ശ്രീ NP ചേക്കുട്ടി ചർച്ചയിൽ പങ്കെടുത്തതിന്.